ഹായ് ഹലോ നമസ്കാരം. നമുക്കൊരു തട്ടിക്കൂട്ടി ചിക്കൻ കറി ഉണ്ടാക്കാമായോ? കാര്യം വേറൊന്നുമല്ല, ചിക്കൻ വാങ്ങിക്കാനായിട്ട് രാവിലെ ഇന്ന് വിട്ടപ്പോൾ അട്ടാറ് തിരക്ക്. പുള്ളിക്കാരൻ ചിക്കൻ വെട്ടി തന്നപ്പോൾ ഏകദേശം 12:30. അതുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ 1 മണി കഴിഞ്ഞു. പിന്നെ ചിക്കൻ വെക്കാനുള്ള മൂടങ്ങ് പോയി. അത്യാവശ്യം വിശാലമായിട്ട് വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വന്ന ചിക്കനാണേ. ഇതിലിപ്പോൾ വേറെ ഒന്നുമില്ല. ആ ചിക്കൻ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് അതിന്മേലെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് അതിലിച്ചിരി പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം മാറ്റി വെക്കണം. ആ കുക്കറിൽ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഇച്ചിരി വെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ഒറ്റ വിസിൽ ഒരു ചാട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലിത്തിരി പെരുംജീരകവും കറുവാപ്പട്ടയും വേണേൽ 2 ഗ്രാമ്പും ചേർത്തിട്ട് മൂപ്പിക്കണം. അതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കണം. കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് തേങ്ങ അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ എന്ന് പറഞ്ഞാൽ 1 കൂള് തേങ്ങ അരിഞ്ഞതും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഉള്ളി വഴറ്റിയെടുക്കാനാണ്. ഉള്ളി വഴണ്ടി ഒരു പരിവാക്കാകുമ്പോഴത്തേക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇങ്ങനെയുള്ള പൊടി ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും മാരിയിട്ട് അതിലേക്ക് നമ്മുടെ നേരത്തെ കുക്കറിൽ വിസിലടുപ്പിച്ച് വെച്ചിരുന്ന ചിക്കനില്ലേ അതെടുത്തിടക്ക് മറിക്കണം. അത് മറിച്ചിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഒരു കറിപ്പരുവാകുമ്പോഴത്തേക്ക് അതൊന്ന് വറ്റിച്ചെടുക്കണം. അതൊന്ന് വറ്റിച്ചെടുത്താലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിലേക്ക് അവസാനം കുറച്ച് ഏലക്കയും കുറച്ച് തക്കോലവും കൂടി പൊടിച്ച് ചേർത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കറിയായിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് പറ്റിച്ചെടുക്കുന്നതാണ്. പറ്റിച്ചെന്ന് പറയുമ്പോൾ ഒരു ചിക്കൻ പെരട്ട് രൂപത്തിലെടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഞാനിത് ബാക്കിയുള്ളതില്ല, വായിൽ വയ്ക്കാൻ കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയ സാധനമാണ്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചുമ്മാ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ശരിയെന്നാൽ ഇത്രയേ ഉള്ളൂ. അടുത്ത തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാം.